ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ കേരളത്തിൽ നല്ലൊരു മാനുഫാക്ചറിംഗ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആശയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. എന്നാൽ ഇതാ നമ്മുടെ സ്വന്തം റബ്ബർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് വലിയ ഓപ്പർച്യൂണിറ്റിയുള്ള വണ്ടികളുടെ മഡ് ഗാർഡ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമുക്കറിയാം, റബ്ബർ നമ്മുടെ കേരളത്തിൽ സുലഭമാണ്. വേൾഡിൽ തന്നെ ടോപ്പ് 5 ലിസ്റ്റിൽ നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഇന്ത്യയും അതിൽ കേരളവും. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. എല്ലാ വണ്ടികൾക്കും അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ് മഡ് ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ തുടങ്ങാം, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതെല്ലാ കാലത്തും ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ്. എല്ലാ വണ്ടികൾക്കും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ്. ഓരോ പീരിയഡിക്കലായിട്ട് മാറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ്ലി മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളതും അതുപോലെ തന്നെ നമുക്ക് എക്സ്പോർട്ടിംഗ് പൊട്ടൻഷ്യലും കൂടെ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു 3 to 6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മളൊരു സ്മോൾ സ്കെയിൽ സെറ്റപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുടങ്ങാൻ വേണ്ടി പറ്റും. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ബിസിനസ് വളരുന്നതിനനുസരിച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് വേണ്ട മെഷീനറീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് വേണ്ട ബേസിക്കലി റബ്ബർ മിക്സിംഗ് മെഷീൻ, എല്ലാ റബ്ബർ പ്രോഡക്റ്റിൽ ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള പോലെ റബ്ബർ മിക്സിംഗ് മെഷീൻ, പിന്നെ ഒരു ഹൈഡ്രോളിക് പ്രസ് അല്ലെങ്കിൽ ഒരു മോൾഡിംഗ് മെഷീൻ, പിന്നെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കട്ടിങ്ങിൻ്റെയും ഫിനിഷിംഗിൻ്റെയും ടൂൾസ്. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് ആർക്കും ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കില്ലോ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ ഈ ഒരു ബിസിനസ് ആവശ്യമില്ല എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതിൻ്റെ വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റബ്ബർ ഷീറ്റ്സ് അല്ലെങ്കിൽ റബ്ബറിൻ്റെ ഗ്രാനുവൽസ്, പിന്നെ കാർബൺ ബ്ലാക്ക് അഡിറ്റീവ്സ്, പിന്നെ അതുപോലെ തന്നെ മൗൾഡുകൾ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ നമുക്ക് കേരളത്തിൽ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ B2B പ്ലാറ്റ്ഫോം വഴി ഡയറക്റ്റ് സോഴ്സിൽ നിന്നൊക്കെ നമുക്ക് എന്ത് വേണ്ടി വാങ്ങാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ റബ്ബർ അതുപോലെ അതിലേക്ക് ആവശ്യമുള്ള മിശ്രിതങ്ങൾ മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മൗൾഡിൽ പ്രസ് ചെയ്തെടുക്കുക, പിന്നെ അതുപോലെ നമ്മൾ ട്രിം ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു റിയൽ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസ്റ്റാർട്ട് മാപ്പ് എന്ന ചാനലുകൾ കണ്ടിന്യൂസ്ലി റെഫർ ചെയ്യുകയാണെങ്കിൽ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡേക്ക് ഇല്ലാത്തതാണ്. ലോക്കൽ ഓട്ടോ സ്പെയർ ഷോപ്പുകൾ, ഗാരേജ് ടൈപ്സുകൾ, അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി, അതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസ് വഴി, മീഷോ ആമസോൺ വഴി ഓൺലൈനായിട്ട്, അതുപോലെ തന്നെ B2B ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് ഇന്ത്യ മാർട്ട് ഒക്കെ വഴി നമുക്ക് ഇതിന് സെയിൽ ചെയ്യാൻ വേണ്ടി. ഇതിന് പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പീസിന് 80 തൊട്ട് 120 രൂപ വരെ കോസ്റ്റ് വരുന്നത്. സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 180 രൂപ മുതൽ 300 രൂപ വരെ 40 തൊട്ട് 60% വരെ മാർജിനുള്ള ഒരു പ്രോഡക്റ്റാണ്. ഹൈ മാർജിനുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ സ്കെയിലബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇതിനെ ഒരുപാട് വണ്ടികളുടെ പല മോഡൽസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഹൈബ്രിഡ് നമ്മൾ പ്ലാസ്റ്റിക്കും റബ്ബറും കൂടെ ചേർന്നിട്ടുള്ളത്, പിന്നെ ആളുകളെ കൂട്ടിയിട്ട് മെഷീനറീസ് കൂട്ടിയിട്ട് ഒക്കെ നമുക്ക് ഇതിനെ ചെയ്യാൻ നല്ല ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് OEMs ഡയറക്റ്റ് വണ്ടി ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സ് നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ആവാൻ വേണ്ടി പറ്റും. അതുപോലെ മിഡിൽ ഈസ്റ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രാഞ്ചൈസി അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങൾക്കും ബിസിനസ് ടിപ്സുകൾക്കും മോട്ടിവേഷൻസും കേസ് സ്റ്റഡീസും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു ബിസിനസ് ഗൈഡിന് വേണ്ടി, ബിസിനസ് പ്ലാനിന് വേണ്ടി ഈ വീഡിയോക്ക് BG എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് കൺസൾട്ടേഷന് വേണ്ടി 1-to-1 എന്നും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.